അവര് അഡ്മിൻ ഹെൽപ്പ് ഒക്കെ ഇട്ടോണ്ടിരിക്കണ ഇതിനെ മണ്ടയ്ക്ക് എടുത്ത് ഓക്കെ. പിന്നെ 1 2 3 4 5 6 അവിടെ തന്നെ. പിന്നെ അങ്ങോട്ട് അപ്രോച്ച് കാണിച്ചാൽ മതി. ആദ്യം അപ്രോച്ച് പോയിട്ട് ആ ഏരിയ ഒന്ന് നോക്ക്. വെറുതെ നേരെ പോയി കുത്തൊന്നും ചെയ്യല്ലേ. അവന്മാര് ഒന്ന് അപ്രോച്ച് ചെയ്താൽ മതി. ഗ്രൗണ്ട് ആണ്. നിങ്ങൾ മേളിൽ കൂടെ വന്നിട്ട് ഒരു പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് വെയിറ്റ് ചെയ്ത് കളിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്റെ ഇവിടെ ഒന്നും ലോഡ് ആയിട്ടില്ല. ഇതൊക്കെയാണ് ലോഡാ ഇവിടെയാടാ വേറെ ഗ്യാങ് തോന്നുന്നു എനിക്ക്. അയ്യോ എനിക്കറിയില്ല. എസ്റ്റാറ്റിലേൽപ്പിട്ടോ ഇല്ല എവിടെ മാർക്കറ്റ് 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 മണ്ടക്കാണോ ഈ സിറ്റുവേഷൻ ആദ്യം തൊട്ടൊന്ന് ഷോർട്ടായിട്ട് പറയുന്ന അത് ഒന്ന് അവന്മാര് മറ്റേ പ്ലാൻ തന്നെ. അവന്മാരുടെ നോർമൽ പ്ലാൻ തന്നെ. ആ മലയുടെ മണ്ടയ്ക്കുള്ള മലയിലെ മണ്ട പറഞ്ഞുതരാം. അങ്ങനെ അടിച്ചാൽ മതി വണ്ടി. എടാ പെട്ടെന്ന് എടാ അടിക്കാൻ റെഡിയാണോ നിങ്ങള്? പെട്ടെന്ന് ഇവിടെ കുത്തി അടിക്കാൻ പറ്റും. വെയിറ്റ് ഇതായിരിക്കാം കാണാം നമുക്ക്. പിന്നെ അതിനുശേഷം പോയിട്ട് നമുക്ക് POV നോക്കാം. അതായിരിക്കും ബെറ്റർ. ഇതാകുമ്പോൾ എല്ലാവരെയും കാണാമല്ലോ. നിങ്ങൾ എന്ത് പറയുന്നു? മാച്ച് കാണാൻ പറ്റും നമുക്ക് അനുമാനിക്കാം. ഇത് നല്ലൊരു മാച്ച് ആവട്ടെ. എന്റെ നെറ്റ് പോയി ഗോക്കു ഒന്നുകൂടെ പറയുന്നോ? പെട്ടെന്ന് പറയാം അങ്ങനെ വാർ സ്റ്റാർട്ടായി. ഒരാൾ പറഞ്ഞു ഈ പൊസിഷനിലാണ് എപ്പോഴും MRC കളിക്കുന്നല്ലേ ഈ ഒരു ഏരിയയിൽ. ലൈവ് അച്ഛനാരെങ്കിലും സബ് സപ്പോർട്ടാക്കുക. ഈ ഒരു സൈഡിൽ നിന്ന് ഇവിടെ നമുക്ക് സ്നൈപ്പ് ഇറങ്ങി ഫയർ ചെയ്ത് ഓടിക്കുന്നുണ്ട്. അതിലൊപ്പം സ്റ്റീവ് ഇറങ്ങിയിട്ടുണ്ട്. അവർ ഏത് വണ്ടിയിൽ നിന്നാണ് ഇറങ്ങി? ഈ വണ്ടിയിൽ നിന്നാണ് ഇറങ്ങിയത്. സാവേജ് ചന്ദ്രൻ, എബൽ, ബോബോയ്. MRC ബാക്ക് ഓഫ് ചെയ്യുവാണോ അത് കുറച്ച് സൈഡിൽ പിറ്റിങ് ഇറങ്ങൽ. ടി വി ഇറങ്ങി രണ്ട് സൈഡിൽ നിന്ന് ഇറങ്ങി. ഒരു ഇനിഷ്യൽ ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ ലെക്ചർ ഫ്ലാങ്ക് എടുക്കുന്നുണ്ട്. ഓക്കെ മാസ്റ്റർ ദ ഗോഡ് ആണ്. ടി വി നീരനെ ആദ്യത്തെ ഇത് രണ്ട് സൈഡിൽ നിന്ന് കറങ്ങി വരുവാണ്. മംഗലശ്ശേരി കുറുപ്പ് ഡൗൺ ആയിട്ടുണ്ട്. ഡൗൺ ആയിട്ടുണ്ട് മാസം. അല്ല ചരൺ ഡയോസ് അമ്പത്തൂർ ഷേക്ക് ഡൗൺ ആയിട്ടുണ്ട്. ദ ഗോഡ് ഡൗൺ ആയിട്ടുണ്ട്. ഗ്രൂപ്പ് ഡൗൺ ആയിട്ടുണ്ട്. ഓക്കെ മാസ്റ്റർ ഈ സൈഡിൽ നിന്ന് കറങ്ങി വരുന്നുണ്ട്. കണ്ടില്ലല്ലോ. ഞാൻ കട്ടായി പോയി എന്നെ ക്ലിപ്പാക്കും. ഓക്കെ ഇവിടുന്ന് ഒരു ഫൈറ്റ്. ആഷ് ബ്രൂട്ടൽ 2v രണ്ട് സൈഡിൽ. ഓ ആഷ് ബ്രൂട്ടൽ ഡൗൺ ആയിട്ടുണ്ട്. നോക്കാം സ്റ്റീവ് ഒരു എത്ര പേരാ? 3v3 ആണ് കറക്റ്റ്. നമ്മൾ നോക്കുവാണെങ്കിൽ സാവേജ് വന്നിട്ട് സാവേജ് 1v2 സാവേജ് പിക്ക് എടുത്ത് റഷ്യനെ പിക്ക് എടുത്തിട്ട് സാവേജ് ബാക്ക് ഓഫ് ചെയ്തു. ഇവിടെ നോക്കുവാണെങ്കിൽ സെന്റർ ആയിട്ടുണ്ട്. കാണുന്നത് യെസ് ഫൈനലി ടി വി ജയിച്ചിരിക്കുന്നു. എടുത്തിട്ട്
ആരെങ്കിലും ഇത് ആര് വിളിച്ചെന്ന് എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? എന്തോ വിളിച്ചിട്ടുണ്ട്? ഇല്ല, വിളിച്ചത് ഫൈറ്റ് ആണ് കാണുന്നത് നമ്മൾ. ഓക്കെ എവിടാ തൂറ് ചത്തവന്മാര് എവിടെയാടാ? ചൂറ് ചത്തവന്മാര് തീർത്ത കണ്ടുകള്. നമ്മുടെ പിള്ളേരെ മാറ്റിയിടും അവിടുന്ന്. ബാക്കി എല്ലാത്തിനും തൂക്ക് കേടാ അവിടെ പോലെയാടികളെ എവിടെ എവിടെ നിന്റെ ഷോ നിന്റെ ഷോ എവിടെയായിരുന്നു? നീ വാണോ എവിടെ? നീ MRC-ൽ ഞാൻ TVയിലും കേട്ടാ. നീ സ്ലോട്ട് കുറച്ച് നക്കി ചോദിരി കേട്ടാ. തീട്ടങ്ങളിലോട്ട് മനസ്സിലാ? തീട്ടത്തിൽ നിന്ന് തീട്ടത്തിലോട്ട്. മിസ്റ്റർ ഷിബു കത്തിയല്ലോ. കത്തിയമാരൊക്കെ വരും ഇങ്ങോട്ട്. ഒരു 1v3 കൊണ്ടോ? ഹലോ അളിയാ, എന്തൊരു സംഭവിച്ചത് അവിടെ? ഇനി വാറാണോ? അടിച്ച് തൂക്കിയത് എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഒരു ചാറ്റ് നോക്കിയാണ് ഇനി ഞാൻ കുറെ ആദ്യത്തെ കുറച്ച് സെക്കൻഡ് സത്യം പറഞ്ഞാൽ ഞാൻ വെച്ച് നമ്മളെ കുത്തത് കുറച്ച് ഇതായി പോയി. നോക്കിയപ്പോഴത്തേക്ക് അവസാനമായപ്പോഴത്തേക്ക് ബാക്കി നിൽക്കണത്. അതല്ല, ഞാനാണെങ്കി ഇവിടെ കിടന്ന് അലറി വിളിക്കുന്നേ. അപ്പൊ നോക്കിയപ്പോ സൈഡിൽ നിന്ന് ഒരു കൂട്ടം MRC ഇടുന്നു. ഞാൻ അപ്പഴേ പറഞ്ഞു ഞാൻ കട്ടായി ഞാൻ വരച്ച് അവരാണ് കൂടുതലെന്ന് മനസ്സിലായ. ഞാൻ പറഞ്ഞു എന്നെ ഇന്ന് ക്ലിപ്പാക്കാം ഞാൻ പറഞ്ഞു. പിന്നെ നോക്കിയപ്പോ എന്തൊക്കെ നടന്നു. ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും, കൺഫ്യൂഷൻ ആയി പോയി. എന്റെ അമ്മോ, ഒന്നും പറയാനില്ല. എടാ ഇത് പറ്റത്തില്ല. നമ്മളൊക്കെ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ഈ 5 മിനിറ്റിലൊക്കെ വാറ് തീർക്കുന്നത്. 20 സെക്കൻഡിലൊക്കെ പറ്റില്ല പറ്റണ. നമ്മൾ ലിസ്റ്റില്ലാത്ത ആൾക്കാർ അസ്വസ്ഥരാണ്. എനിക്ക് കുറച്ചുകൂടെ പൈസ ഉണ്ടാക്കട്ടെ. നമ്മൾ ലിസ്റ്റിലല്ലാത്ത ആൾക്കാർ അസ്വസ്ഥരാണ്. സത്യം. എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു, പക്ഷെ എന്നെ എല്ലാ സൈഡിലും നോക്കട്ടെ. പെട്ടെന്ന് ബാബാ. കമ്മിറ്റി എല്ലാം കമ്മിറ്റി ഇവിടെ. ഏതാണ് കോളൊക്കെ? അത് ആ ഒരു ഇപ്പൊ കൊള്ളാം. ചത്ത പോലെ വന്നിട്ട് ചന്ദ്ര എങ്ങനെ പോയത്? ആ കോള് കണ്ട എത്തി, പിള്ളേരെത്തി. ഇതെന്തൊരു അത് വേണം, കോള് കേട്ടാ അവിടെ എത്തണം, മനസ്സിലായോ? എന്താ പീനടിച്ച? പിറകിലെത്തിട്ടാ അത് ചന്ദ്രന്റെ പീലെത്തിട്ട് അവന്മാര് പിറകിലെത്തി. അത് ചന്ദ്രൻ കണ്ടില്ല. അത് എവിടെയാണാവോ? ഇത് എവിടെയായിരുന്നു? ലെഫ്റ്റിലല്ലേ?
ഓക്കെ ഇവിടെ എത്തി. എന്റെ സ്പെക്കില് പറയുന്നത് അതായത് കുറച്ച് വെട്ടലുണ്ടായിരുന്നു. സോ ഈ വീഡിയോന്റെ കേസസിൽ നമുക്ക് രണ്ട് സൈഡ് നോക്കാണ്ട് പറയാൻ പറ്റത്തില്ല. കുറെ കാലം കാട്ടിയ കണ്ടികള് ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും കാലമായിട്ട്, മനസ്സിലായോ? ഒരു കോപ്പും ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ നീയൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് ഇന്നലെ മുടങ്ങിട്ട് വന്നിട്ട് ഉണ്ടാക്കല് നീയൊക്കെ, മനസ്സിലായ? കുറെ കാലമായി നമ്മളൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നത്. നീയൊക്കെ വന്ന് മൂഞ്ചണ്ട അതിന്റെ ഇടയ്ക്ക്. കണ്ടി പറഞ്ഞ അടിക്കുമെന്ന് പറഞ്ഞ അടിക്കും, മനസ്സിലാടാ മൊണ്ണെ. കണ്ട ഒരു വാക്കേ ഉള്ളൂ. മൊണ്ണെ എല്ലാരും കേട്ടാടാ ചേട്ടന്റെ പേരിട്ട് വന്നേ എല്ലാവരും വേണമെന്ന് വിളിച്ചേ. എല്ലാരും മിണ്ടാര്, എല്ലാരും ബാക്ക് ഓഫ് ഇതാണ്. എല്ലാരും ബാക്ക് ഓഫ്. പറയണ കേക്കണ കേട്ടില്ലേ? ബാക്ക് ഓഫ്. ഞാൻ സ്ലോട്ടിലൊന്ന് കേറുന്നില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല ഇങ്ങനെ വിളിക്കാൻ. ഞാൻ ഇമോഷണൽ ആയി പോകും. രാജുഭായി അടുത്തുള്ളതല്ലായിരുന്നു ഞാനിപ്പോ പറഞ്ഞത്. ഇത് രാജുഭായ് ആണോ അല്ല കിളവനാണോ എന്നറിഞ്ഞൂടാ. കണ്ടിയപ്പാപ്പനാണെന്ന് അവിടുന്ന് പോയത്. താടി ഇതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ രാജുഭായുടെ തല്ല കേട്ടോ, അതാ പുള്ളി എടുത്തൊന്ന് പറഞ്ഞത്. ഇത് കൊള്ളാം. എല്ലാരും പിഒവിയിൽ ഓരോ രീതി. അവിടെ അമ്പത്തൂരത്ത് പപ്പടം ഇവിടെ അല്ലേ? പപ്പടം പറയല്ലേ, മണ്ടത്തരങ്ങൾ കാണിക്കല്ലേ കേട്ടോ. നാളെ എല്ലാം നീ പറ എന്ത് പറയാൻ ഈ എനിക്കൊന്നും പറയാനില്ല. നേരത്തെ കണ്ട് പരിചയം ഒച്ചയിലേക്കും ഒന്നുമില്ല. നിനക്ക് എന്താ വേദനയാണ് നിന്റെ കാലിലിടയിൽ കൊച്ചടക്ക ഇതേപോലെ പുളിക്കടക്കിന്റെ മനസ്സിലാക്കി ഈകള് ഓടി നടന്ന് ആരെയൊക്കെ തെറി വിളിക്കുന്നത്. ആശ ലൈവ് ഇല്ലാത്തോണ്ടേ എൻജോയ് ചെയ്യുക. ആശ ലൈവ് ഇല്ലാണ്ട് ഓടി നടന്ന് എൻജോയ് ചെയ്ത് വിളിക്കുക. ചാടി ചാടി പോണ കുടുങ്ങ. സത്യം അത് കുറച്ചായിട്ടൊന്ന് നോക്കണം. ഇത് കൊളക്കുള്ള ഗ്യാപ്പ് ഇട്ടില്ല പിള്ളേർ. വാടാ
എന്താ ഡിവ? അല്ല ഇന്നലെ പ്രണവ് ചേട്ടനും മറ്റു റഷ്യൻ ടീമിലും വന്ന് കുണച്ചത് കറക്റ്റ് അവന്മാരെ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. ഇന്നലെ നമ്മള് ടിവിക്കകത്ത് റേഡിയോക്കകത്ത് കണക്ട് ചെയ്യാൻ പറയാൻ നീ ഒറ്റയ്ക്ക് റേഡിയോയിൽ ഇരിക്കുന്നു. മറ്റേ HF ഫയലും അവന്മാരൊക്കെ എന്നോട് ഒന്ന് പറയുക. ആരാ പറഞ്ഞ പേരെന്തായിരുന്നു മറ്റേ? പ്രണവ് കുണ്ണൻ. സെൽഫായിട്ട് വിളിച്ചു ഇത് ടെസ്റ്റ് സെർവറല്ലേ ഈ പ്രീ വാർ നടക്കുന്നത്? നമ്മൾ കളിക്കുന്ന ആ സെർവർ തന്നെയാണ്. ചിലപ്പോഴന്മാർ നാളെ പറയും ഫുഡ് കഴിക്കാനാണ് നമ്മളെ കൂട്ടത്തിൽ 10 പേര് എത്തിയെന്ന് പറയും കേട്ടാ. മെയിൻ സെർവറിലാണോ? എടുക്കാൻ പറ്റാത്തുള്ള പ്രീ വാറിൽ എടുക്കാൻ പറ്റും. മറ്റേ ഇത് പോയിന്ന് പറഞ്ഞപ്പോ കരയല്ലേ? എന്തോ പോയെന്ന് എന്താ സംഭവം? മാറിയിരുന്നോ? അല്ല നോക്കൂ, ഈഗിൾ ഇവരായിട്ട്